ഹായ് ഗായ്സ്, ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ റെസ്പോൺസിബിൾ ബിഹേവിയറിനെ പറ്റിയിട്ടോ കാര്യങ്ങളൊന്നുമല്ല. രാഹുൽ ഗാന്ധിയുടെ റീസെൻ്റ്ലി നടന്ന ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ പരിപാടിയുടെ ഒരു എന്താ പറയണ്ടേ, പറഞ്ഞ കാര്യങ്ങളിലൊരു ക്ലാരിറ്റി ഇല്ല. തീരെ ക്ലാരിറ്റി മാത്രമല്ല, മണ്ടത്തരങ്ങളായ കുറച്ച് കാര്യങ്ങൾ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയേണ്ടതായിട്ടുള്ള ഒരു 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 ശതമാനം പോലും യോജിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കുട്ടി രാഹുൽ ഗാന്ധിയോട്, ഒരു ചെക്കൻ, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു യൂത്ത്, ഒരു യങ് ഗായ് രാഹുൽ ഗാന്ധിയോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അവന് രാഹുൽ ഗാന്ധിയെക്കാട്ടും വിവരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Okay, you call me anything you want. Yeah. And it's one of my greatest privilege to ask you a question. And thank you for spending your most of the time with us. ഇത് രാഹുൽ ഗാന്ധി മനസ്സിലായ പറഞ്ഞതൊന്നും കൂടെ എനിക്ക് അറിഞ്ഞൂടാ. We are all aware of the war going on between Israel and Iran. Do you think this war could affect India? ഈ മണ്ടനോട് അത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവനെങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ ദൈവത്തിനറിയാം. Yeah, hugely. How do you think it will? First of all, on the surface, it looks like a war between America, Israel and Iran. ഇവനോട് സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചേ, ഈ വാറ് ഇന്ത്യനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇവനെന്നാ പറയുന്നത്? ആട് എന്ന് ചോദിക്കുമ്പോൾ കഴുതാന്ന് പറയുന്ന ഉത്തരാണ് ഇവൻ പറയുന്നത്. It's actually a conflict between America, China and Russia. സ്ഥിരം പരിപാടി. That's the real players are America, China and Russia. And the conflict is taking place in Iran, in Ukraine and in other places. But the real conflict, the big conflict is that we have a superpower called the United States. വലിയ കാര്യം ലോകത്തിൽ ആർക്കും അറിയാത്തൊരു കാര്യം, അമേരിക്ക സൂപ്പർ പവർ അല്ല. And the United States is trying to make sure it remains the superpower. വലിയ ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാം. And China is slowly advancing closer and closer to the United States. അതും വലിയ കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം. China is empowering themselves with all the technologies. The Middle East is the center of energy production in the world. ശരി. So pretty much all energy that is being utilized, or a huge chunk of it, is coming from the Middle East. Right? Cars that you're driving, the buses, the cars, cars from we are driving are from UAE or Middle East. That is what this idiot is saying. Let's ask the ChatGPT that car manufacturing companies, manufactures in Middle East. ഇപ്പം തന്നെ നോക്കിയാൽ അങ്ങ് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാർ മാനുഫാക്ചർ ഇൻ മിഡിൽ ഈസ്റ്റ്, വി മോട്ടോഴ്സ്. ഇത് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇന്ത്യയിൽ ഈ ഒരു കാർ ഇല്ല. സീർ സൗദി അതില്ല. സർവൂക്ക് മോട്ടോഴ്സ് ഇത് ഇന്ത്യയിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇവൻ ഏത് കാർ മോട്ടോഴ്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്? ഇന്ത്യയിൽ വരുന്ന കാർ മോട്ടോഴ്സ് മൊത്തം ജപ്പാന്റെയും ചൈനയുടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. BYD ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയെല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് ഫോർഡ് മോട്ടോഴ്സ്, US, ജർമ്മൻ കാർസ്, പിന്നെ യൂറോപ്യൻ മെയ്ഡ്സ് ലൈക്ക് എന്താ പറയണ്ടേ, UK, MG UK ആണ്, UK ചൈന ബേസ്ഡ് ആണ്. അങ്ങനത്തെ എല്ലാമാണ്. എനിക്ക് പോലും, ഞാൻ ഒരു പാർട്ടിയുടെയും വലിയ തലപ്പത്തോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എനിക്ക് പോലും അറിയുന്നുണ്ട് ഇത്രയും വലിയ പാർട്ടിയുടെ ഒപ്പണന്റ് ലീഡറായിട്ടുള്ള ഈ മണ്ടൻ അറിഞ്ഞൂടാന്ന് എനിക്ക് തീയാത്ത. പിന്നെ ഇവനെല്ലാം എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? ഇവനെല്ലാം എന്ത് യോഗ്യതയാണുള്ളത്? ഒരു സാധാരണയായിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആണല്ല എനിക്കറിയെങ്കിൽ ഈ മണ്ട അറിഞ്ഞൂടെങ്കിൽ ഇവൻ്റെ അവിടെ പോയി ഏടെങ്കിലും പോയിട്ട് പല കൈക്കോട്ട് കുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റേ തെങ്ങുമ്പക്കാരനായിട്ടും പോയി പറഞ്ഞോ, അതാണ് നിങ്ങളെ പാർട്ടിക്ക് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത ഇവൻ്റെ നമുക്ക് കാണാം
എന്നവന്റെ പരിപാടി is coming from there. ആ And that is now being constricted. അത് പോയി. Strait of Hormuz is blocked. The Americans are attacking Iran. The Iranians are Okay, fine. attacking the American assets. അമേരിക്കൻ അസറ്റ് അത് the വലിയ story കാര്യം. for the rest of the world 24 is മണിക്കൂർ ന്യൂസ് you പറഞ്ഞുകൊണ്ടിരിക്കുന്ന guys കാര്യം are fighting. വായി തോന്നിയ പറയണോ? But we are also Makariya. going to pay the price. And how is India going to pay the price? Directly ഡയറക്ട്ലി because of അതായിരിക്കും നമുക്ക് ആർക്കും our അറിവുള്ള energy reliance on the Middle East. Huge part of our oil comes from Middle East. That is going to get very expensive. That is going to get ഹ്യൂജ് പാർട്ട് disrupted. ഓഫ് ദ ഓയിൽ പ്രൈസ് ഇന്ത്യ ബൈ ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ഓയിൽ ഇന്ത്യ ബൈ ഫ്രം ഹൗ മച്ച് percentage of oil India buy from Middle East. നമുക്ക് നോക്കാമല്ലോ എന്താ സംഭവിക്കുന്നത്. എന്തിനും ഉത്തരം ഇപ്പം കയ്യെത്തുന്ന ദൂരത്തുള്ള സമയത്ത് ഇതേപോലത്തെ 45%. സി ഇതിൻ്റെ അകത്ത് മിഡിൽ ഈസ്റ്റ് ഇറാഖ്, സൗദി, UAE, കുവൈത്ത്, ഒമാൻ എന്നീ രാജ്യങ്ങളിലായിട്ട് ഇന്ത്യ 45 to 50% ഓയിൽ മേടിക്കുന്നുണ്ട്. റഷ്യൻ്റെ അടുത്ത് നിന്ന് 30 to 40%. അതിപ്പോൾ റഷ്യൻ്റെ അടുത്ത് നിന്ന് ഇൻക്രീസ് ആവും. അത് ഇന്ത്യക്ക് അതിനനുസരിച്ച് മീൻസ് ലൈക്ക് അതിൻ്റെ അകത്ത് 90% അല്ലെങ്കിൽ 50 above% അല്ലെങ്കിൽ നമ്മളെ മൊത്തം കൺസംഷൻ നമ്മളിപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഇപ്പം മിഡിൽ ഈസ്റ്റ് ഇറാനുമായിട്ടാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പം എന്താ പ്രശ്നം വരുന്നത്? ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രൈസ് കൂടും, ഇൻഫ്ലാച്വേഷൻ ഉണ്ടാവും, അത് കുറയുകയും ചെയ്യും കൂടുകയും ചെയ്യും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഇവരിത് ആൾക്കാർക്ക് ചുമ്മാ വെപ്രാളുണ്ടൊക്കെ തോറ്റ് കിടക്കുമ്പോൾ ആൾക്കാർക്ക് പല തോന്നലും ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ള ഒരു വെകിളിപ്പ് മാത്രമാണ് ഈ പൊട്ടൻ്റെ കാണുന്നത്, വേറൊന്നുമല്ല. ഇനി നമുക്ക് ഇവന്റെ അടുത്ത കോമഡി ആക്കാലോ. Prices in India are going to rise. Food. പ്രൈസ് ഇന്ത്യ റൈസ് ചെയ്യില്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷെ റൈസ് ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. കാരണം US, UK, US-ഉം ഇസ്രയേലും ഓൾമോസ്റ്റ് ലൈക്ക് ഇസ്രയേലിനെ തകർത്ത് തരിപ്പണാക്കി കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് യുദ്ധം ചെയ്യാനൊന്നുമില്ല. അവർ കുറേ മറ്റെന്താ പറയണ്ട ഓലപ്പടക്കം പൊട്ടിക്കുന്നതിനോട്ട് എന്തെങ്കിലും മേലോട്ടേക്കെല്ലാം പൊട്ടിക്കും. അതെല്ലാം അവർ അടിച്ച് നിരത്തിയിട്ടിട്ട് ഇത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ഇതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ എനിക്ക് തോന്നുന്നു US-ന്റെ അടുത്ത് ഇസ്രയേലിൻ്റെ അടുത്ത് ഈ സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിലും പൈസ കുറയും മാത്രമേ ഉള്ളൂ ഓയിലിന്. കാരണം ചറവറ മേടിക്കാൻ ആൾക്കാരുണ്ട്, അവർ പരക്കെ വെക്കാൻ തുടങ്ങും. Only about the Iran-Israel-America conflict. This is the world we are now moving into. You will see that more and more conflicts of this nature are going to come. There is already one in Ukraine. Millions of people have been killed. Now there's one in മില്യൻസ് Iran. ഓഫ് ദ പീപ്പിൾ ആർ കിൽഡ് എന്ന്. മില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് എത്ര എണ്ണം എന്നറിയും ഈ മണ്ടന്. അതാ ഏറ്റവും വലിയ പ്രശ്നം. വേറെ മില്യൻസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാ. US-ൽ മറ്റേ യുക്രൈൻ യുദ്ധത്തിന്റെ അകത്ത് 10,000 മാക്സിമം 10,000 അത്ര ആൾക്കാർ മരിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും മരിച്ചില്ല. മില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-30 ലക്ഷം ആൾക്കാർ മരിക്കുമ്പോൾ മില്യൻസ് എന്ന്. അതല്ല സെക്കൻഡ് വേൾഡ് വാറിൽ നടന്നൊരു കാര്യമാണ്. ഈ മണ്ടൻ അതാരെങ്കിലും പറഞ്ഞു കൊടുക്കും കോൺഗ്രസ് പാർട്ടിയിൽ. But these conflicts, at least for this period, for this transition period, they're going to increase. And you're going to see more and more of them. ഇനിയിപ്പോ ഈ അവസാനം So India ഇതെല്ലാം has to മോഡിയുടെ പ്രശ്നമാണ്. understand that we are now entering a violent time, dangerous time. So we have to be very clear on what our policy positions are, on why we do what we are doing, and how we are maneuvering through this Maneuvering through this dangerous Monday. period. Because if we don't, and we get caught കാരണം in ഇവൻ അതിന്റെ the അകത്തൊരു കാര്യമല്ല മെനോവറിംഗ്. ഹൗ Then വി ആർ it's- മെനോവറിംഗ് ടു എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് ഡൂയിങ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് മോഡി ആൻഡ് ഹൗ വി ആർ ഗോയിങ് ടു എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്തോ ഉണ്ടാക്കുന്നതിനോട്ടാണ്. ഈ പൊട്ടൻ ആ പാർലമെന്റിന്റെ സൈഡിൽ കൂടി ഇപ്പൊ അടുപ്പിക്കലില്ല. China's on a border, and America's an ally. And they're getting ready to fight.
So we have to be very careful where we are standing, and that we don't suddenly get sucked into their fight. ഈ ചെക്കൻ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഇത് കഴിഞ്ഞു, ഈ വീഡിയോ കഴിഞ്ഞു. ഈ ചെക്കൻ ചോദിച്ച ചോദ്യം എന്താണ്? ഇവൻ പറഞ്ഞ ഉത്തരം എന്താണ്? ഈ ചെക്കൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇവന് ഈ അമേരിക്ക, ഇസ്രയേൽ, ജപ്പാൻ, ചൈന, കൊറിയ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതിന് ഇത്ര മാത്രമേ സിമ്പിൾ ഉള്ളൂ. അതിന് നമ്മളെ ദാറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ഇത് നമ്മളെ കയ്യിലല്ല ഉള്ളത്. ഇത് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും, അത് നമ്മളുടെ ഒരു ഇടപാടല്ല. അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ലൈക്ക് വി വിൽ ബി ഹാവിങ് ലൈക്ക് നമുക്ക് നാഷണൽ റിസോഴ്സസിന്റെ കുറച്ച് എന്താ പറയണ്ടത്, നാച്ചുറൽ റിസോഴ്സസിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടാവും. അതിന് കുറച്ച് പൈസ കൂടുകയും ചിലപ്പം കുറയുകയും ചെയ്യും. അത് ഇവഞ്ച്വലി അത് കുറയും. അതൊരു ആശ്വസിപ്പിക്കേണ്ട രീതിയിലാണ് അത് പറയേണ്ടത്. കാരണം ആൾക്കാരെ ഒരു എന്താ പറയണ്ടത്, ടെൻഷൻ ആക്കുമല്ല വേണ്ട. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നും ആൾക്കാരെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ഓക്കെയാണ്, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന രീതിയിലുള്ള കാര്യമാണ് പറയേണ്ടത്. ഈ മണ്ടൻ എന്ന് പറയുന്നത് ഇവൻ്റെ കാര്യത്തിൻ്റെ അത് ഞാൻ 100% പറയാം. ഇവൻ നെഹ്റു കുടുംബത്തിലല്ല ജനിച്ചതെങ്കിൽ ഇവനൊരു പ്യൂണിൻ്റെ ജോലി പോലും കിട്ടൂല. ഇവൻ അത്രയും ഡിസ്ക്വാളിഫൈ ആണ്. നമ്മളെ നാട്ടിൽ തന്നെ എത്ര കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. നമ്മളെ നാട്ടിൽ ശശി തരൂർ നല്ലൊരു കാപ്പബിലിറ്റിയുള്ള ഒരാളാണ്. ശശി തരൂർ. നമ്മളെ നാട്ടിൽ ഷാഫി പറമ്പിൽ നല്ല കേപ്പബിലിറ്റിയാണ്. ഈ മണ്ടനെ എന്തിനാണ് ഇവരെല്ലാം തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ബുൾഷിറ്റ്. അപ്പോൾ നെക്സ്റ്റ് പാട്ട് കാണാം. ഗുഡ് ബൈ ഗൈസ്, ഐ വിൽ സീ യു.